ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാർട്ടക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ വാട്ടർ പമ്പിൻ്റെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും വീഡിയോ എടുത്തിട്ട് കാര്യമുള്ളൂ, എല്ലാം കൂടി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന വാട്ടർ പമ്പിൻ്റെ പൈപ്പ് മാറ്റുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ടൈമിങ്, വാൽവിൻ്റെ ടൈമിങ്ങുകൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണതും പിന്നെ ടാപ്പറ്റ് ക്ലിയറൻസും, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വാട്ടർ പമ്പിൻ്റെ മാറ്റി, പിന്നെ പൈപ്പ് ദ്രവിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇതിനെന്താണ്ട് ഒരു 200 രൂപ റേഞ്ച് വിലയാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് പിന്നെ ഒരു ഓറിംഗ് ഉണ്ട് കേട്ടോ, ഒരു 10 രൂപയുടെ ഒരു ഓറിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓറിങ്ങും ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സീലൻഡിട്ട് കയറണം. എന്തിനാണെന്ന് വെച്ചാൽ സീലൻഡിട്ട് കയറണമാണ് എപ്പോഴും നല്ലത്, കാരണം ചെറിയൊരു ഇതുണ്ടെങ്കിലും പോയിക്കോളും. അപ്പോൾ നമ്മൾ അതിന് തന്നെ അതിവിടെയാണ് കയറണത് കേട്ടോ. ഇപ്പുറത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിവിടെ ഈ ഭാഗത്തായിട്ടാണ് ഇത് കയറണത്. എന്നിട്ട് ഇവിടെ ഒരു നെട്ടിട്ട് 10-ൻ്റെ ബോൾട്ടിട്ട് മുറുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കയറണം. അപ്പോൾ അത് ഈ ഒരു കണ്ടീഷനിലാണ് ഇത് വരുന്നത് കണ്ടോ. ഇങ്ങനെ വെറുതെ കയറ്റി വെച്ചിട്ട് ഇവിടെ മുറുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് സീലൻറ്റും ഒക്കെ തേക്കാം. അപ്പോൾ ഈസി ആയിട്ട് കയറി പോകും അകത്തേക്ക്. അപ്പോൾ നമ്മളിവിടെ സീലൻറ്റ് ശരിക്കും തേക്കാം. അകത്തേക്ക് പോകാണ്ട് നോക്കണം കേട്ടോ, അകത്തേക്കൊന്നും കളയരുത്. സീലൻറ്റ് ശരിക്കും തേച്ച് കഴിഞ്ഞാൽ അത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറി പോകും. അല്ലെങ്കിൽ ആ ഫ്രിക്ഷനും റബ്ബറിൻ്റെ ഫ്രിക്ഷൻ കൊണ്ട് കയറാൻ ഭയങ്കര പാടായിരിക്കും. എന്നാൽ സീലൻറ്റ് കൊണ്ട് ശരിക്കും തേച്ച് കൊടുത്താൽ എന്നിട്ട് വെറുതെ ഈ ഹോളിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കയറ്റിയാൽ മതി. ഹോളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ കയറിപ്പോവും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ടുണ്ടായിട്ട് മുറിക്കാൻ മതി. സെറ്റ് ചെയ്തിട്ട് ഇവിടെ വെറുതെ കയറ്റി മുറിക്കാൻ മതി. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിങ്ങാണ്. മെയിനായിട്ട് വന്നത് വാൽവ് ടൈമിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ നമ്മൾ കവർ വെറുതെ എടുത്തിട്ടുണ്ട്. കവർ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബോൾട്ടൊക്കെ ഇട്ടൊന്ന് വെറുതെ നിർത്തിയിരുന്നാൽ മതി. കാണിച്ചു തരാം. ഇനി നമുക്കുള്ളത് ടൈമിങ്ങാണ്. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ടൈമിങ്ങിന് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഈ ക്രാങ്ക് പുള്ളിയുടെ ഈ ഒരു പൊസിഷൻ ഉണ്ട്, കണ്ട ഈ ഒരു പൊസിഷൻ നമ്മൾ കറക്റ്റാക്കണം. ക്രാങ്ക് പുള്ളിയുടെ ഇതിപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങനെ കറക്റ്റാക്കി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇങ്ങനെ കറക്റ്റാക്കണം. അപ്പോൾ ഇത് കറക്റ്റാക്കി പിന്നെ നമുക്ക് ഇവിടെ മുകളിലാണുള്ളത്. മുകളിൽ 2 വര കാണും. ഒരു ഈന്ന് എഴുതിയേക്കണമെന്നും കാണും, ഇവിടെ ഒരു ഈന്ന് എഴുതിയേക്കണമെന്നും കാണും, അതുപോലെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് അലൈൻ ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മൾ മുകൾ ഭാഗം അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഴുമ്പോൾ പുള്ളി ചെറുതായിട്ടൊന്ന് മാറണം, നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇട്ടിട്ട് ഇത് വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ഇടുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, കറക്റ്റ് ഇടുമ്പോൾ ഇത് കറക്റ്റ് മാച്ചിങ് ആക്കി വരുമ്പോൾ ഇങ്ങനെ മാച്ചിങ് ആക്കി ഇടുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, പക്ഷേ ഇത് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 പ്രാവശ്യം കറങ്ങുമ്പോൾ ഇതൊരു റൊട്ടേഷൻ പൂർത്തിയാക്കി തന്നെ. അതുകൊണ്ട് ഈ ലൈൻ ഇതിനകത്തും ഒരേ റൊട്ടേഷൻ കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ കമ്പനി സർവീസ് മാനുവലിൽ പറയണം നമ്മൾ ഈയിൽ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അതേ രീതിയിൽ തന്നെ ഈയിലാണ് അവർ മാനുവൽ PDF നോക്കി അറിയാൻ പറ്റും. മുകളിൽ കൊണ്ടുവരാനായിട്ടാണ് അവർ പറഞ്ഞേക്കണം. നമുക്ക് ആ രീതി കമ്പനി പറഞ്ഞ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ വേണ്ട ഇതിവിടെ അലൈൻ ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാർക്കിങ്ങും ഇതും സ്ട്രെയിറ്റായി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ താഴത്ത് കാണാൻ പറ്റും ഈ മാർക്കിങ് നമ്മൾ തിരിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പുള്ളിയുടെ മാർക്കിങ്ങും ഇതും കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഈ ബെൽറ്റിങ്ങിൽ ഇടുകയാണ് ചെയ്യണത്. ഇവിടെ ഇങ്ങനെ വെറുതെ എടുത്തിട്ടിട്ട് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. കേട്ടോ, ഈ രീതിയിൽ ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ടൈമിങ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് ടെൻഷനർ എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ടെൻഷനർ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയ ടെൻഷനറാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാറ്റി കുറച്ച് ദിവസം ഇങ്ങനെ ഊരിയിട്ട് ആദ്യം ഇട്ടിട്ട് പിന്നെ രണ്ടാമതാണ് ഈ ഓയിൽ പമ്പ് മാറ്റാൻ അയച്ചത്. അപ്പോൾ ഈ ഊരിയിട്ടിട്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് പിടിച്ചേക്കണതാണ്. അപ്പോൾ ഇത് ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇനി ഇവിടെ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മളിത് ഇങ്ങനെ അവിടെ കയറ്റിയാൽ മതി. അപ്പോൾ ഇതിൽ വേണ്ട, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. വേണ്ട, ഈ പോയിന്റിലിടുക, ഇട്ടത് ഇതിനകത്തേക്ക് കയറ്റണം. അപ്പോൾ ഏറ്റവും എളുപ്പം ഇത് ഇങ്ങനെ ഇടണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എടുത്തിടാൻ ഭയങ്കര പാടായിരിക്കും. എന്നിട്ട് നമുക്കിനി ഇവിടെ മുറുക്കണം. അപ്പോൾ ഈ പുറത്തിരിക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാവും. അല്ലേ, ഇവിടെ ടെൻഷൻ ഇങ്ങനെ മുറുക്കുക. ടെൻഷൻ മുറുകി ചെല്ലുമ്പോൾ ഉള്ളിൽ ആ പോയിൻ്റ് കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ നമ്മളൊന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിതിങ്ങനെ കറക്റ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. കേട്ടോ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് പുള്ളി ടൈറ്റ് ആവണം കാണാൻ പറ്റും. കേട്ടോ, ഇതൊരു എക്സെൻട്രിക്ക് കിടക്കണമെന്നാണ് ടൈറ്റ് ആവണം. ഇപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്പ്രിങ്ങും എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി. ഇതിൻ്റെ സ്പ്രിങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കും. വലിഞ്ഞ് നിന്നിട്ട് ഇതാണ് ഇതിൻ്റെ ടൈറ്റ്നർ. നമ്മൾ ഇവിടെ ഇട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മളിതിങ്ങനെ കയറ്റിയിടാം. ഓക്കെ, കയറ്റിയിട്ടും കൊണ്ട് ഈ പുള്ളി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് കണ്ട ഈ പുള്ളി ഇപ്പോൾ താഴത്ത് കാണാൻ പറ്റും. ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഈ മാർക്കിങ്ങിലാണ്. ഇത് റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആണ് അറിയാൻ പറ്റും. ഇത് അലൈനാവുന്ന സമയത്തും ഈ മാർക്കിങ് ഇവിടെ വന്ന് നമ്മൾ തിരിച്ച് ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ എന്നുള്ള മാർക്കിങ്ങും കറക്റ്റായിട്ട് അതിനകത്തേക്ക് വന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ടൈമിങ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിപ്പോൾ കണ്ട ഇപ്പോൾ അത്യാവശ്യം ടൈറ്റായി. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് കഴിഞ്ഞാൽ ടൈറ്റായി നിൽക്കും കേട്ടോ. എന്നിട്ട് ഇതിവിടെ നമ്മൾ മുറുക്കി കളഞ്ഞാൽ മതി. അതായത് 12 ഇട്ട് ടൈറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ട് ഇതും ടൈറ്റ് ചെയ്യണം. ആദ്യം ഇത് ടൈറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ ഇതും ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ടൈമിംഗ് ബെൽറ്റ്. ഇത്ര സിമ്പിളായിട്ട് ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പുറത്തായതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ. അകത്താകുമ്പോൾ നമ്മൾ കൈയൊക്കെ ഇട്ടിട്ടൊന്ന് ചെയ്യേണ്ടി വരും. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് മുറുക്കുക. ഇനിയിപ്പോൾ ഈ കണ്ടീഷനിൽ വെച്ചിട്ട് ഇത് രണ്ട് മുറുക്കി കഴിഞ്ഞാൽ നമ്മൾ ടൈമിംഗ് ഉണ്ടോ ടെൻഷൻ കറക്റ്റായിട്ട് വരും. അതായത് ഇത് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ സ്പ്രിംഗ് ലോഡിൽ നിൽക്കുന്ന ടൈറ്റ് മതി. അല്ലാണ്ട് ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ഒന്നും ചെയ്യേണ്ട. സ്പ്രിംഗ് ലോഡിൽ നിൽക്കുന്ന ടൈറ്റ് എത്രയാണോ അത് വയ്ക്കുക. വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ മുറിക്കിയാൽ മതി. മുറുക്കി കഴിഞ്ഞാൽ കറക്റ്റാകും. നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പ്രിംഗ് ലോഡ് കറക്റ്റായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇതും ടൈറ്റ് ചെയ്യാം. ഈ ഭാഗം ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ടെൻഷൻ്റെ ബോൾട്ട് എന്തായാലും ടൈറ്റ് ചെയ്യണം കേട്ടോ. അത് പക്ക ടൈറ്റ് ചെയ്ത് വേണം. കാരണം ഇനി ഇറങ്ങാൻ പാടില്ല അത്. അതുപോലെ തന്നെ ഇതും ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് രണ്ട് സെറ്റായി. ഇനി നമുക്ക് ഇതിവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു ലോഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്താം. ഇനി ഇതിൻ്റെ കവറാണ് ഇടേണ്ടത്. നമുക്കിനി ഇതിൻ്റെ കവർ ഇടണം. അതുപോലെ ഇൻടേക്ക്, അതായത് ഇതിൻ്റെ ഉള്ളിൽ വല്ല വാൽവുകളുടെ ക്ലിയറൻസ് സെറ്റ് ചെയ്യുക. അതായത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കവർ ഇടാം. കവറിനപ്പോൾ നമ്മളൊരു പാക്കിംഗ് ഒക്കെ വയ്ക്കുന്നുണ്ട്. പാക്കിംഗ് പടിയാണ് ഇടുന്നത്. കാണിച്ചു തരാം. നമുക്കിനി വാൽവുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്കുള്ളത് വാൽവിൻ്റെ ക്ലിയറൻസ് ആണ്. അപ്പോൾ വാൽവിൻ്റെ ക്ലിയറൻസ് സെറ്റ് ചെയ്യാൻ ഇവിടെ നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ടർ വെറുതെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ ചുമ്മാ കയറ്റി വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശം അറിയാൻ വേണ്ടിയിട്ടാണ്. ഫയറിങ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിവിടെ ആ മാർക്കിങ് എവിടെയാണോ വെച്ചിരുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് വെറുതെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. കാരണം ഇത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഇത് മാറി മാറി പോകും. അത് കാണിച്ചാൽ എങ്ങനെയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഒന്ന് മുറുക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്കൊരു ഫീലർ ഗേജ് എന്ന് പറഞ്ഞ ഒരു സംഗതി വേണം. അതായത് ഇങ്ങനെ ഉണ്ടാവും ഇവിടെ കാണാൻ പറ്റിയതാണ് ഫീലർ ഗേജ് എന്ന് പറയുന്നത്. ഓരോ അളവുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്തേ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റില്ലാത്തതിൻ്റെ പേരിൽ എഴുതി വെച്ചാൽ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ള നമ്മുടെ വാൽവ് ക്ലിയറൻസിൻ്റെ അളവുകൾ. അപ്പോൾ ഇത് കാർബറേറ്ററും MPFI രണ്ടാണ്. അതുപോലെ കോൾഡിലും ഹോട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മൾ കോൾഡിലേ ചെയ്യാറുള്ളൂ, ഹോട്ടിൽ അങ്ങനെ അത് ചെയ്യാത്ത കാരണം അത് എഴുതിയിട്ടില്ല. അത് വേറെ ഉണ്ട് സെപ്പറേറ്റ്. അപ്പോൾ ഈ കാർബറേറ്ററിൻ്റെ ഇൻടേക്കും എക്സോസ്റ്റും രണ്ട് സെപ്പറേറ്റ് വാൽവുകളാണ്. അപ്പോൾ ഇൻടേക്കിൻ്റെ അത് 0.13 mm to 0.17 mm ആണ്. അതായത് 0.13യുടെയും 0.17ൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ. അതുപോലെ എക്സോസ്റ്റ് 0.15ൻ്റെയും 0.19ൻ്റെ ഇടയിലായിരിക്കണം. പിന്നെ അങ്ങനെ വന്നത് 0.005 ഇത് ഇഞ്ച് സൈസാണ് കേട്ടോ. അത് നമുക്ക് നോക്കേണ്ടതല്ല, ഇഞ്ചാണ്. അത് ഇട്ടേക്കാം. ഇനി MPFI ആണ്. MPFI ആണെങ്കിൽ ഇൻടേക്ക് 0.13 തൊട്ട് 17 തന്നെ. ഇൻടേക്ക് സെയിം ആണ്, 13 തൊട്ട് 17 വരെയും. പക്ഷേ ഈ എക്സോസ്റ്റിൽ വ്യത്യാസമുണ്ട്. 0.23 തൊട്ട് 0.27 വരെയാണ്. അത് കാർബറേറ്ററിൽ വന്നിട്ട് 0.15 തൊട്ട് 19 വരെ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ MPFI ആണ്, അതുകൊണ്ട് ഈ ഒരു റീഡിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഇൻടേക്ക് നമ്മൾ 0.13 to 17 ആണ്. അപ്പോൾ നമുക്ക് ഇൻടേക്ക് ആദ്യം നോക്കാം. 0.13 to 17 ആണ്. അപ്പോൾ 13 to 17 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല. 13 to 17 പിന്നെ ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്തുള്ളത് 0.15 ഉണ്ട്, പിന്നെ 18 ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 15 സെറ്റ് ചെയ്യാം. അതാണ് നല്ലത്. പിന്നെ അതിന് മുകളിലുള്ളത് 0.13 ആണ്. അപ്പോൾ അത് വേണ്ട, അത് ചെറിയൊരു എറർ അങ്ങോട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ അത് കോയിൻസൈഡ് ആവില്ല. അപ്പോൾ നമുക്ക് ഒരു ആവറേജ് എടുക്കുക 15. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻടേക്ക് ചെയ്യണത് 15ലാണ്. 15ൽ നമ്മൾ ചെയ്യണം. കാരണം 0.13 തൊട്ട് 0.17 വരെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 15 സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ സെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പൊസിഷൻ അറിയണം. പൊസിഷൻ അറിയണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്ന ഓരോ സമയത്ത് ഫയറിങ് വരുമ്പോഴായിരിക്കും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അതായത് രണ്ട് വാൽവും ഒരേ ടൈം ക്ലോസ് ആയി നിൽക്കുന്ന ടൈമിലാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ തിരിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് മൂന്നാമത്തെ, ഇത് ഒന്നാമത്തെ, അതുപോലെ ഇതിൻ്റെ അടിയിലും രണ്ട് വശത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബാക്കി 2ഉം 4ഉം ഇവിടെ അടിയിലുണ്ട്. അതിവിടെ കാണാൻ പറ്റും. അതിപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 1 തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഇവിടെ വരും.
കറങ്ങി വന്ന സമയത്ത് ഒരു ഇതിപ്പോൾ നമ്മൾ പ്ലഗ് കൊടുക്കാണ്ടല്ലേ ഭയങ്കര ടൈറ്റിൽ വന്നിട്ട് അത് വീഴും കറക്റ്റായിട്ട്. ഇപ്പോൾ കണ്ടോ 1-ന് നേരെയാണ്. 1-ന് നേരെ ആകുമ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ടുണ്ടാവും. ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഈ വാൽവ് ഇതുകളൊക്കെ കണ്ട എന്നാൽ ഒച്ചെടുക്കണം കേട്ടോ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്കിനി ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഇത് 4 നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കാരണം ഇത് കണ്ടോ എങ്ങും മുട്ടാത്ത രീതിയിൽ നിൽക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് 1, 2, 3, 4 സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വന്നത് ഇത് ഇൻടേക്ക് വാൽവ്, ഇത് എക്സോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കാണുന്നത് ഇൻടേക്കാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി നോക്കി അറിയാൻ പറ്റുന്നുണ്ട്. ഫീലർ ഗേജ് ഇവിടെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കിയിട്ടാണ് നോക്കേണ്ടത്. ഇറക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിലേ കൂടെ ഇറക്കാം കേട്ടോ. ഇനി ഇവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൂസ് ചെയ്തിട്ട് അതൊക്കെ ടൈറ്റ് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും കണ്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ കയറണം. അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇവിടെ നൂരിയിട്ട് ഇത്തിരി ടൈറ്റാണ്, പൊടിക്ക് ഇങ്ങനെ ലൂസ് ചെയ്യുക, ഇറക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. വേണ്ട അപ്പോൾ വലിയ കറക്റ്റ് ടൈറ്റും ലൂസ് അല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇനി നമ്മളിവിടെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്കൂട്ടർ ഇട്ടിട്ട് പിടിച്ചിട്ട് ലോക്ക് ചെയ്യണം ചെയ്യേണ്ടത്. തിരിയാതെ നമ്മൾ പിടിക്കണം, പിടിച്ചിട്ട് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തിട്ട് നമ്മളൊന്നും കൂടി ഇറക്കി നോക്കണം, കാരണം തിരിക്കുമ്പോൾ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യത്യാസം വരും. ഓക്കെ, കറക്റ്റായിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ ചെയ്യണം. അപ്പോൾ ഇതും നമ്മൾ ഇനി അതുപോലെ അഴിച്ച് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി എക്സോസ്റ്റ് കാണിച്ചു തരാം. ടേക്ക് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട ഇങ്ങനെ ഇറക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഇതിലിറങ്ങിപ്പോകുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എക്സോസ്റ്റാണ്. അപ്പോൾ എക്സോസ്റ്റ് 0.23 തൊട്ട് 0.27 വരെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫീലർ ഗേജിൽ നോക്കാം എത്രയേ ഉള്ളതെന്ന് സൈസ്. പല ഫീലർ ഗേജിനും പലതായിരിക്കും. ഇത് 0.25 ഉണ്ട്, എന്താ 0.25 ഉണ്ട്. അപ്പോൾ 23 തൊട്ട് 27 വരെയാണ്. അപ്പോൾ 25 ഉണ്ട്, പിന്നെ 28 ആണുള്ളത്, പിന്നെ അതിൽ താഴെയുള്ളത് 23 ആണ്. അപ്പോൾ നമുക്ക് 0.25 തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇത് 2 തവണ വരണത് നമ്മളിങ്ങനെ ഇറക്കി വെക്കണം. കണ്ടോ, ഇത് ഇറങ്ങണില്ല, ഇപ്പോൾ ലൂസാക്കണം നമ്മൾ. അപ്പോൾ 2 നമ്മൾ ലൂസാക്കിയിടാം. ലൂസാക്കിയിട്ടിട്ട് ഇവിടെ ഇതുപോലെ ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതിന് പതുക്കെ ടൈറ്റ് ചെയ്തിട്ട് നോക്കിയാൽ മതി. നമ്മൾ ഇൻടേക്ക് ചെയ്ത പോലെ തന്നെ നോക്കുക. ഓക്കെ, അപ്പോൾ ഒരുവിധം ടൈറ്റും ഇല്ല ലൂസും ഇല്ലാത്ത രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്കിത് ലോക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി. കട്ടിയടാ ഇങ്ങനെ ലോക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ തിരിയാതെ കൊണ്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഈ ഇടയ്ക്കുള്ള വാല്യൂ ആകുമ്പോൾ ഇത് ഇത്തിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും പ്രശ്നം വരില്ല. അതാണ് കറക്റ്റ് വാല്യൂ ഒന്നും ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് അടുത്ത എക്സോസ്റ്റ് നോക്കുക. ഇത് നല്ല ലൂസുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ലൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കുക മതി. ഈ ഒരു ടൈറ്റ് നിർത്തിയിട്ട് അത് ലോക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മളൊന്ന് ഇറക്കി വയ്ക്കിയാൽ മതി. പെട്ടത് ടൈറ്റ് വന്നിട്ടുണ്ട്, നമ്മളൊന്ന് ലൂസാക്കണം. ഓക്കെ, അപ്പോൾ അതും ശരിയായിട്ടുണ്ട്. നമ്മളൊന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് എല്ലാം ഇതുപോലെ തന്നെ ഇതേ പ്രൊസീജിയറാണ് എല്ലാത്തിനും ചെയ്യേണ്ടത്. 16 വാൽവ് നമ്മൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അപ്പോൾ അടുത്തത് ഏറ്റവും എളുപ്പമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൊട്ടേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കറങ്ങി വരും 3ലേക്ക് സെറ്റ് ചെയ്യാനായിരിക്കും എളുപ്പം. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് തിരിക്കുമ്പോൾ തന്നെ അത് 3ലേക്ക് വരും. അപ്പോൾ നമുക്കിനി 3ാമത്തെ സെറ്റ് ചെയ്യാനായിരിക്കും എളുപ്പം. അവിടെ തിരിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് 3ൽ വന്നു. ഓക്കെ, 3ൽ വരുമ്പോൾ ഈ 3ാമത്തെ ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 3 ചെയ്യാം.
ഇനി നമ്മളിത് മൂന്നും ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എക്സോസ്റ്റ് തുറക്കാൻ പാടില്ല. നമ്മൾ തിരിക്കുമ്പോൾ ഇത് എക്സോസ്റ്റ് രണ്ടും തുറന്നിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണം. ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുക്കണം. നമ്മളിനി 3 ഇതുപോലെ തന്നെ ഈ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ 3 സെറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വരുന്നത് 2 ആയിരിക്കും. 2 സെറ്റ് ചെയ്യുക, പിന്നെ 4 സെറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്ത് പോകണം. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കവർ കാര്യങ്ങളൊക്കെ ഇട്ട് മുറുക്കാം. അപ്പോൾ നമ്മളിനി 4ാമത്തിന് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ മാർക്ക് ചെയ്യണേലും എളുപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കറങ്ങി വരുന്ന പൊങ്ങി നിൽക്കുന്ന ഒരു 0 പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിലാണ് എൻ്റെ കംപ്രഷൻ നടക്കുന്നത്. കാണിച്ചു തരാം. നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരും, കാണാൻ പറ്റുകയാണ്. പൊങ്ങി വന്നിട്ട് പിന്നെ ഇത് താന്നു പോകണ ഒരു പൊസിഷൻ ഉണ്ടാവും. ഇവിടെ നിന്നു, ഇനി 0-ൽ നിന്നു, പിന്നെ ഇത് താന്നു പോകണം. അപ്പോൾ നമ്മൾ ആ 0-ൽ നിൽക്കുന്ന പോയിന്റ് എടുത്ത് വെച്ചാൽ മതി. അല്ല, ഈ ഒരു പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ കറക്റ്റ് പോയിൻ്റ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിർത്തിയിട്ട് സെറ്റ് ചെയ്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അപ്പോൾ ഇനി നമുക്കിത് 4ാമത്തെ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഈ നമ്മളെന്തെങ്കിലും ഇറക്കിയിട്ടിട്ട് ഇതുപോലെ കറക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ പൊസിഷൻ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമ്മളിങ്ങനെ ഒരു മാർക്കിങ്ങിൽ കിട്ടിയതാണ്ട് അവിടെ തന്നെ കറക്റ്റായിരിക്കും. അതിനകത്ത് ഫയറിങ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അത് 0-ലേക്ക് വന്നു തുടങ്ങുന്നത്. അതാണ് ആദ്യമേ ഫയറിങ് തുടങ്ങും. അതുകൊണ്ടാണ് അത് മാറി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം 16 വാൽവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവറാണ്. അപ്പോൾ ഇതിൻ്റെ കവർ ഇടാനായിട്ട് ഇതിൻ്റെ ഒരു പാക്കിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി നമുക്ക് ഈ ടൈമിംഗ് കവറാണ് വരുന്നത്. ടൈമിംഗ് കവർ അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിനകത്തൊരു പൊടി കയറാതെ ഇരിക്കാനൊക്കെ ആയിട്ടൊരു പാക്കിംഗ് ഉണ്ട്. അപ്പോൾ പാക്കിങ് നമുക്ക് ഇവിടെ വേണ്ട, ഇതുപോലെ ഇരിക്കും പാക്കിങ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനലൊന്നും കിട്ടില്ല കേട്ടോ, നമ്മൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് ഈ രീതിയിൽ ഇടണത്. അപ്പോൾ ഇത് ആൾട്ടോൻ്റെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്, നമുക്കിപ്പോൾ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ കുത്തി ഇറക്കിയാൽ മതി. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് പുറത്താക്കാം, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. 2 കളറിൽ എന്തായാലും വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. ഇത് വെറുതെ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. ഇതുപോലെ ഇങ്ങനെ ചുറ്റും ഇറക്കിയെടുക്കാം. ഇത് ബ്ലാക്ക് തന്നെ പുറത്താക്കാം. അതിൻ്റെ ഒറിജിനൽ ആകെ നശിച്ചു പോയി. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ചുറ്റും ഇതുപോലെ ചുറ്റും ഇട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ കവർ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവർ ഇട്ടെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറ്റി ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കവർ ഇവിടെ ഒരു നീളം എത്താതെ വന്നപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും, ഇതൊരു ബ്ലാക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്തിരുന്നാൽ മതി. ഇനി നമുക്കിത് കവറിടാം. കവറിങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. ആദ്യം തന്നെ ഇതിൻ്റെ നടുക്കൊരെണ്ണമുണ്ട്, അത് ഇട്ടാൽ മതി. ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് ഇരുന്നോളും. ബാക്കി ഇനി നമ്മൾ ഈ ചുറ്റുമുള്ള ഒരു 2, 4, 6, 8 ബോൾട്ട് ഉണ്ട്. 8 മുറുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സൈഡിലുള്ളതൊക്കെ ഇതൊന്നും ഒരു കാരണവശാലും വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്കിടന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് ഇനി കംപ്ലീറ്റ് ഇട്ട് മുറുക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാമല്ലോ. ഇനി നമ്മൾ ഈ ഇത് നേരെ എഞ്ചിൻ കയറ്റി വണ്ടിയിൽ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ വാട്ടർ പമ്പിൻ്റെ പുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി അതൊക്കെ ആയിട്ട് കയറ്റി ഞങ്ങൾ വച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊക്കിയെടുത്ത് കയറ്റണം. പൊക്കിയെടുത്ത് കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ.